ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. രാവിലെ ഒരു 6 മണി 6:15 ആകുമ്പോൾ തന്നെ എണീറ്റു. ഞാനിത് ഇപ്പോൾ ബ്രഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്നാണ് എനിക്ക് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പോയി കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുടിയൊക്കെ കഴിച്ചിട്ട് കുളിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഈ വീഡിയോ കുറേ ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. കുറച്ചിങ്ങനെ ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്കൂളിൽ. പിന്നെ എനിക്ക് എൻ്റെ ഇടയിൽ ഇപ്പോൾ പനി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും കുറച്ച് ഫ്രീ ആയപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും പിന്നെ എന്തോ ചമ്മന്തിയും ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലിയും അതുപോലെ സാമ്പാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിഡ്ഡലി ആയിരുന്നു ഗൈസ്. അത് നോർമൽ ആ ഒരു എന്താ പറയുക പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷെ കുറച്ച് മാവ് വെച്ചിട്ടുണ്ടാക്കിയത് അങ്ങനെയാണ് കേട്ടോ കുഞ്ഞിഡ്ഡലി പോലെ ആക്കിയതമ്മ. ഞാൻ കുളി കഴിഞ്ഞ് വന്നിരുന്നിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിൽ കെട്ടുന്ന ഒരു ഹെയർ റാപ്പർ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു. അതവിടെ തിരുമ്പിയിട്ട് ഇട്ടെടുക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തൽക്കാലം തോർത്ത് വെച്ചിട്ടാണ് മുടി കെട്ടിയിട്ടുള്ളത് കേട്ടോ. ആരായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞെറുസാ തോന്നുന്നുണ്ട്, ആ സൈഡിൽ കൂടെ ഇപ്പോൾ പോയത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 3 ഇഡ്ഡലി കഴിച്ചു ഗൈസ്. 3 കേട്ടാൽ ചിലവർക്കൊക്കെ അത് കുറവായിരിക്കും. പിന്നെ രാവിലെ നേരമല്ല, അപ്പോൾ അതുകൊണ്ട് അധികം വിശപ്പ് ഉണ്ടാവില്ല. സ്കൂളിലെത്തിയതിന് ശേഷം ബ്രേക്കിന് നല്ല വിശപ്പാവും കേട്ടോ, അപ്പോൾ നല്ലോണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ പോയൊന്ന് തോർത്തി. ഫുള്ളായിട്ടൊന്നും സൂപ്പറായിട്ട് ഉണങ്ങുന്നില്ല കേട്ടോ. നനവൊക്കെ ഉണ്ടാവും എത്രയൊക്കെ തോർത്തിയാലും, എന്നാലും പറ്റുന്നത്ര മാക്സിമം തോർത്തിയിട്ട് ഇതാക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വോയിസ് ചെയ്യുന്നത്. എനിക്ക് കുറേ നേരം സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞി സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള എൻ്റെ സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ സൺസ്ക്രീന്. SPF 30 അല്ല, SPF 30, SPF 70 PA+++ ഉണ്ട്. 600-700 ആ ഒരു റേഞ്ചായിരുന്നു. ഇത് നമ്മൾ ഇവിടുന്ന് എടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അത് ഓൺലൈനിലും അവൈലബിൾ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫേസിലും നെക്കിലും ചെവിയിലും ഫുള്ളായിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാബിലോടെ ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതാണെങ്കിൽ അധികം കളറൊന്നുമില്ല. ഇത് ഞാൻ കളറിന് വേണ്ടി ഇടുന്നതല്ല, കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ കാറ്റ് കൊള്ളുമ്പോൾ കുറച്ചിങ്ങനെ ഡ്രൈ ആവും ലിപ്പ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലിപ് ബാം ഇടുന്നത് കേട്ടോ. ചിലവർ കളറിന് വേണ്ടി ഇടുന്നവരുണ്ട്. അതിനും ഈ ലിപ് ബാം കുഴപ്പമില്ല കേട്ടോ, കുറച്ചധികം ഇങ്ങനെ ഇട്ട് വരച്ചാൽ കളർ വന്നോളും. അത് ഈ ഡോക്കിൻ്റെ ഒരു ബോഡി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സ്കിൻ ബ്രൈറ്റനിങ് ബോഡി ക്രീമാണ് കേട്ടോ. ഇത് സത്യത്തിൽ ബ്രൈറ്റനിങ് ഒന്നും ആവാൻ വേണ്ടിയിട്ടല്ല ഞാൻ അപ്ലൈ ചെയ്യാറ്. ഞാൻ കയ്യൊന്നും നല്ല മോയ്സ്ചറൈസേഷനും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ 2 കയ്യിലും ഞാനത് ഈ ഡേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഏതെങ്കിലും ഒരു കമ്മൽ എടുത്തിടാം. ഞാനൊരു ബട്ടർഫ്ലൈയുടെ കമ്മലാണ് എടുത്തത് കേട്ടോ. ആദ്യം ഫോക്കസ് ആയില്ല, പിന്നെ ഇങ്ങനെ എടുത്തേക്ക് വന്നപ്പോൾ അത് ഫോക്കസായി. ഇത് എവിടുന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ചിന്തിച്ച് എന്തോ കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു കമ്മലായിട്ട് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സെറ്റ് പിന്നെ ഗോൾഡ് ആയതുകൊണ്ട് പിന്നെ അത് ഞാൻ അയക്കാനൊന്നും നിൽക്കാറില്ല, അതുപോലെ തന്നെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പൊട്ടില്ലാതെ നമുക്കറിയാമല്ലോ ഫുള്ള് തൃപ്തിയാവില്ല. സോ പൊട്ടിട്ട് ഫുൾ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നോർമലി സ്കൂളിലേക്ക് പോകാറുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ചന്ദനക്കുരം കൂടെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അത് തൊട്ടില്ലെങ്കിലും ഞാൻ ഫുൾ ഇൻകംപ്ലീറ്റ് ആവും ഗൈസ്. പിന്നെ ഞാൻ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് പോകുന്ന ഫുൾ മുടിയൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ കണ്ണും കൂടി എഴുതി കൊടുത്തു കേട്ടോ. എന്തോ മാതിരി മുഖം, അപ്പോൾ അതുകൊണ്ട് പിന്നെ കണ്ണ് എഴുതി കൊടുത്തു. എന്നും കണ്ണ് എഴുതി കൊടുക്കാറില്ല, ഇടയ്ക്കാൻ മാത്രം. ഇനിയാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഭാഗം മുടി കെട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നടുവൊക്കെ എടുത്ത് ഇതുപോലെ പിരിച്ച് മുടി കെട്ടി. പിന്നെ മെടഞ്ഞൊക്കെ ഇട്ട് വന്നപ്പോൾ ഫുള്ള് സൈഡിൽ നിന്നൊക്കെ പൊന്തി ആകെ നാശമായിട്ടോ. ചില സമയത്ത് എത്ര അങ്ങോട്ട് മെടഞ്ഞാലും തീരെ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഓടി പിടിച്ചൊക്കെ മാറ്റി സെറ്റാക്കി. സോ മുടി സെറ്റാക്കിയതിന് ശേഷം ഞാൻ പോയി സ്പ്രേ അടിച്ചു. ഫുള്ളായിട്ട് അടിച്ചു. ഏതായാലും ഒരു തുള്ളി അതിൻ്റെ ഉള്ളിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ ഫുള്ളായിട്ട് അതിൻ്റെ ആത്മാവിനെ പോലും വെറുതെ വെക്കാണ്ട് മൊത്തത്തിൽ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ആകെ ഒരു ഉണ്ട് അതിനിപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഫുൾ അടിച്ച് തീർക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വാച്ചും കൂടെ കെട്ടിക്കൊടുത്തു. വാച്ചും ഞാൻ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ കെട്ടിക്കൊടുക്കാറുള്ളതാണ് കേട്ടോ. ബസ്സിലൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ടൈം ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ആസ് ഓൾവേസ് അമ്മയാണ് എനിക്ക് മുടിയൊക്കെ മെടഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. 2 സൈഡും മെടഞ്ഞു തന്നിട്ട് വീഡിയോ എടുക്കണോണ്ട് അമ്മ ബാക്കിലായിട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുക കേട്ടോ, വീഡിയോയിൽ കാണിക്കേണ്ട പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ 10th ആയിരുന്ന സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറാണ് മിക്ക ദിവസം ഞാൻ കൊണ്ടുപോകാറില്ല, എനിക്കതാണ് ഇഷ്ടം. പിന്നെ എന്താ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ മുടി മാറ്റി കെട്ടിയത് കേട്ടോ. ഇതാകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ശരിയായി. പിന്നെ കണ്ണും കൂടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ. കണ്ണും കൂടി എഴുതി കൊടുത്തപ്പോൾ ഫുൾ അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഉച്ചത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഇത്.
ചോറും ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തിയോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊതിച്ചോറ് പോലെ ഇലയിൽ വാട്ടിയിട്ടാണ് ഞാൻ മിക്ക ദിവസം ഫുഡ് കൊണ്ടുപോകാറ്. ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. 3:30 വരെയാണ് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവാറ്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ബ്രേക്കിന് നമ്മളത് കഴിക്കും. പിന്നെ അമ്മ ചമ്മന്തി ഇട്ടു. ചമ്മന്തി എനിക്ക് വേണ്ട പറഞ്ഞതാണ്, പക്ഷെ അമ്മ എന്തായാലും കുറച്ച് ഇട്ടോ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വക ഇങ്ങനെ കുറച്ച് ഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ഇല പോയി, പക്ഷെ കുഴപ്പമില്ല, അതിങ്ങനെ ഇല വാട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് മടക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഒടിയും. അപ്പോൾ അമ്മ പൊതിച്ചോറിൽ ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി തന്നിട്ട് കേട്ടോ. ഫുഡൊക്കെ സെറ്റായി ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ച് ഇറങ്ങുകയാണ്. ഇപ്പം മോർണിംഗ് ബസ്സിലല്ല കേട്ടോ പോകാറ്, എനിക്ക് അച്ഛൻ കൊണ്ടാക്കി തരികയാണ് ചെയ്യാറുള്ളത്. ബസ്സിൻ്റെ എന്താ പറയുക, എൻ്റെ റൂട്ടിൻ്റെ അവിടെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗുരുവായൂർ സ്റ്റാൻഡ് ഇപ്പോൾ പുതുക്കി പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് വേറെ സ്ഥലത്താണ് നിർത്തുക. അതുകൊണ്ട് എനിക്കത്ര വശമല്ല അവിടെ പോയി ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ അച്ഛൻ കൊണ്ടാക്കി തരും, തിരിച്ച് വരുമ്പോൾ ഞാൻ ബസ്സിൽ വരും കേട്ടോ. അപ്പോൾ അവിടെ അച്ചമ്മ ഉണ്ടായിരുന്നില്ല, സാധാരണ ഫ്രണ്ടിൽ അച്ചമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒറ്റെത്തുമ്പോൾ ഞാനൊരു ചാറ്റ ബബൈ കൊടുത്തു ഗൈസ്. അത് കഴിഞ്ഞിട്ട് 3:30 കഴിഞ്ഞ് ഒരു 4 മണി 3:45 കഴിയണതോടെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. സ്പെഷ്യലൊക്കെ കഴിഞ്ഞ് വന്നാൽ ഫുള്ളൊന്ന് മേലഴുകിയൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ മേലഴുകിയൊന്ന് ഫ്രഷ് ആയ ശേഷം എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു, എനിക്ക് അമ്മയ്ക്കും കൂടെ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേജിൽ കുറേ എൻക്വയറീസ് വരുന്ന മെയിനായിട്ട് സ്റ്റിച്ച്ഡ് ഔട്ട്ഫിറ്റ്സ് എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര ട്രസ്റ്റായിട്ട് എപ്പോഴും ഡ്രസ്സ് കൊടുത്താൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നൊരു സ്പോട്ട് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ കുറേ തപ്പി നമുക്ക് ഫൈനലി അത് കിട്ടി. ആൻഡ് ഫസ്റ്റ് ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ഇതായിരുന്നു ഡ്രസ്സ് വന്നിട്ട് ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് സെയിം അതുപോലെ തന്നെ. ഇത് അജ്രക്കിൽ കോട്ടൺ അജ്രക്കിൽ വരുന്ന മെറ്റീരിയൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പേജിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തത്, ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തന്നെ. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ആര്യയുടെയും ഗോപികയുടെയും ബർത്ത്ഡേ. 2 പേരുടെ ബർത്ത്ഡേയും ആര്യയുടെ ജൂൺ 19, ഗോപികയുടെ ജൂൺ 20 ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും അല്ലാതെ ചില്ലറ ഐറ്റംസും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, ലൈക്ക് ഇയറിങ്സോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അച്ഛനും കൂടെ രാത്രി ഗുരുവായൂർ പ്രിയങ്കയ്ക്ക് പോയതായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് മഴയുടെ ഒരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴയായിരുന്നു. ഞാനാണെങ്കിൽ ഫുൾ നനഞ്ഞു, ഞാനും അച്ഛനും ഫുള്ളായിട്ട് തന്നെ നനഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഭാരതിയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ അവിടെ ഗീ റോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അച്ഛന് മസാല ദോശ ഇഷ്ടം, അപ്പോൾ മസാല ദോശ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേറെ കടയിലേക്ക് പോയിട്ടോ. അപ്പോൾ അതോടെ തന്നെ കുറച്ച് നേരം മഴ തോരണ വരെ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല മഴയുള്ളത്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഭാരതിയിൽ എത്തിയിട്ട് മേലെയായിരുന്നു സംഭവം വന്നിട്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറിയിട്ട് അതില്ലാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വന്നു ഗൈസ്. എൻ്റെ മുഖം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിക്ക് നനഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാനും മറന്നു. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് എനിക്കിപ്പോൾ പനി വന്നത്. 2 ദിവസം മുമ്പ്, ഒരു 3-4 ദിവസം മുമ്പാണ് മഴ കൊണ്ടത്. ഇപ്പോൾ പനിയും വന്നു. എനിക്ക് തോന്നുന്നു ഈ മഴ തന്നെയാണ് എനിക്ക് പനി തന്നത്. നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു, മഴയൊന്ന് തോരട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അച്ഛൻ എന്തേ ഗൈസ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്താ മഴ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അച്ഛൻ്റെ മുട്ടയുടെ മുടിയൊക്കെ വളർന്നിട്ടുണ്ട് ഗൈസ്. അച്ഛന് വീണ്ടും മുട്ടടിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ വേണ്ട പറഞ്ഞു. പിന്നെ അവിടെ എന്താ പറയുക, ഞാൻ വെറുതെ വീഡിയോ ഓണാക്കി കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് ഗൈസ്. അപ്പം മഴ ഇപ്പോൾ നല്ലോണം തോർന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ആകുമ്പോഴേക്കും മഴ വേഗം തോർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കയറിയിട്ട് പ്രിയങ്കയിലേക്ക് പോവാണ്. ചാവക്കാട് എന്നാണ് പറയാൻ വരുന്നത്, ഗുരുവായൂരുള്ളത്. ഇതിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ ആര്യൻസിൽ കയറി. അവിടെ കയറി കഴിക്കാമല്ലോ വിചാരിച്ചു. അവിടെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലാതെ വേറെ കസ്റ്റമേഴ്സായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അച്ഛനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആസ് ഓൾവേസ് ഗീ റോസ്റ്റാണ് ഇഷ്ടം, മസാല ദോശ എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗീ റോസ്റ്റും അച്ഛനും മസാല ദോശയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വന്നു, അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്ക് ഇവിടുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായി. ഇപ്പോൾ ടേസ്റ്റിലെന്തോ വ്യത്യാസമുണ്ട്, സാമ്പാറിലെന്തോ വ്യത്യാസമുള്ളതുകൊണ്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും മഴ.
സത്യം പറഞ്ഞാൽ ഈ മഴ കാരണം എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടാകും. അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. ഇരിക്കുന്ന സീറ്റ് ഫുള്ള് നനഞ്ഞൊരു കുതിർന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിസാഹസികമായി മഴയെ താണ്ടി പ്രിയങ്കയിലെത്തി ഗായ്സ്. നമ്മളിങ്ങനെ പ്രിയങ്ക വന്നിട്ടുണ്ടാവും, ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാണ് ഗുരുവായൂർ. അത്യാവശ്യം ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് പ്രിയങ്ക എന്ന് പറഞ്ഞ ഷോപ്പ്. ഫാൻസി ഷോപ്പാണ്. അത് ഒരുപാട് പേര് വീഡിയോ ആയിട്ടാണെങ്കിലും കുറേ പേര് നേരിട്ടാണെങ്കിലും ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ കട. അവിടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, കമ്മലാണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു ജിംക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ എന്തൊക്കെയോ 2-3 പൊട്ടൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനല്ല കേട്ടോ, എന്തോ അമ്മയ്ക്കോ ജെർസിനോ നീലോണോ എന്തിനൊക്കെയോ. പിന്നെ 2 കുഞ്ഞ് ഇയറിങ്സ് ഒക്കെ എടുത്തു. പിന്നെ ഞാൻ നെയിൽ പോളിഷ് നോക്കി നല്ലത്. പക്ഷേ നെയിൽ പോളിഷ് കറക്റ്റ് ഷെയ്ഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരും അങ്ങനെ നെയിൽ പോളിഷ് ഉപയോഗിക്കൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഗോപിക നന്നായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ അവൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷെയ്ഡൊക്കെ നോക്കി, പക്ഷെ എന്നാലും എനിക്കൊന്ന് തൃപ്തിയാവാത്ത പോലെ. ഇനിയിപ്പോൾ അങ്ങനെ അത് ഡാർക്കായിട്ട് അവൾ ഉപയോഗിക്കാണ്ടായി വെറുതെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നെയിൽ പോളിഷ് എടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതുപോലെ ഞാൻ ഗുരുവായൂർ അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ കുറേ കമൻറ്റ്സ് കാണാറുണ്ട്. വിസ്മയ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ വീടുണ്ടാവാനെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട്. അതേ ഗൈസ്, സത്യമാണത്. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ പേര് മലപ്പുറത്തുനിന്നും കുറേ ദൂരത്തുനിന്നൊക്കെ വന്ന് ഗുരുവായൂർ അമ്പലം വിസിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ആ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് മാത്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഹോംവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ നോട്ടാണെങ്കിൽ മാറിയെടുത്തു. മാത്സ് നോട്ടാണെങ്കിൽ 2 മാത്സ് ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോട്ട്സ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് ഞാൻ റഫിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ വീട്ടിൽ വന്നിട്ട് നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഹോംവർക്കും കൂടെ ഉണ്ടായിരുന്നു, സോ അതും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ മ്യൂസിക് കൊടുക്കാം. ഞാൻ ഓവറായിട്ട് സ്ട്രെയിൻ എടുത്താൽ എൻ്റെ തൊണ്ട പണി തരും. ഒരു നല്ല പാട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ തപ്പി ഒരു കുഴപ്പമില്ലാത്തൊരു പാട്ട് കിട്ടിയപ്പോൾ ഞാനതെടുത്ത് ആഡ് ചെയ്തതാണ് കേട്ടോ. അതങ്ങനെ മ്യൂസിക് ആഡ് ചെയ്യൽ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് ദിവസം വീഡിയോസ് ഇടാൻ വേണ്ടി ഗ്യാപ്പ് ആയതിന് സോറി. ഞാൻ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.